ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നയന പറഞ്ഞത് കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവധികയും ജലജയും കൂടെ അപ്പച്ചിയുടെ ചോരയില് 2 മക്കളെ കൂടാതെ ഒരാളും കൂടെ ഉണ്ടെന്ന്, അതാണ് ചതിന്ന് പറഞ്ഞു. ആ ചതിയും വഞ്ചനയും ഒരാളോട് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ജലജ ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്കറിയാടി, നിന്റെ അനുജത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനല്ലേ. അപ്പോഴേക്കും നയന് പറഞ്ഞു, അത് അപ്പച്ചിയുടെ വെറും തോന്നൽ മാത്രം. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നന്ദൂരെ ഞാനും ആദർശേട്ടനും എന്നേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേനും. പിന്നീട് അവന്തികയുടെ നേർക്ക് തിരിഞ്ഞിട്ട് നയന പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിനക്ക് നിന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, വെറുതെ അത് നീ ഇല്ലാതാക്കരുത്. അനി അവന്റെ സ്റ്റാൻഡ് വ്യക്തമായി കഴിഞ്ഞു. അവന് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടമില്ലെന്ന് അതിന്റെ കാരണവും വ്യക്തമാക്കി. അവൻ നിന്നെ ഒരു പെങ്ങളെ പോലെ കാണുന്നെന്ന്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇനി ഇതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? പിന്നെ അപ്പച്ചി പറയുന്നത് കേട്ട് നീ നിന്റെ ജീവിതം ഇല്ലാതാക്കി കളയരുത്. എടി, നീ കണ്ടോ, അനി അവന്തികൻ തമ്മിലുള്ള വിവാഹം നടക്കും. ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇതിന്റെ പേരും പറഞ്ഞ് എന്റെ വീട്ടുകാരെ എന്തെങ്കിലും കാരണത്തിൽ നോവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അതും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് പോയി. നയന പോയി കഴിഞ്ഞ ഉടനെ ജലജ അവന്തിയോട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഈ വിവാഹം നമുക്ക് നടത്തണം അമ്മേ. എന്തൊക്കെ വന്നാലും ശരി, എനിക്ക് അനിയേട്ടൻ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ആ നന്ദുവും അനിയേട്ടനും കൂടെ തമ്മിൽ ഒന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റെന്ന് ജലജ വാക്ക് കൊടുത്തു. പിന്നീട് അനി നവീനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ അവരെ കണ്ട് ഒരു കോഫി ഷോപ്പിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് അനി നവീനോട് പറഞ്ഞു, എടാ താങ്ക്സ് ഉണ്ട് കേട്ടോ, ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയാം നിനക്ക് എന്നെ വിശ്വാസം ഇല്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ നീ എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നന്ദുവിനോടൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യിച്ചെന്ന് ചോദിച്ചു. എടാ അത് പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തില്, എങ്ങനെ ഒരു സാഹചര്യത്തില്? ഞാൻ കൂട്ടുകാരെ ചതിക്കുന്നവരൊന്നുമല്ല. എന്റെ കൂടെയുള്ള ആൾക്കാര് കുറച്ചു പേരേ ഉള്ളൂ, അതായത് ഞാൻ സ്നേഹിക്കുന്നവര്. അപ്പൊ അവരെ ഒരിക്കലും എനിക്ക് ചതിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ്. പക്ഷെ നിനക്കാണ് വിശ്വാസം ഇല്ലാത്ത എന്നില്. എടാ അത് പിന്നെ ഞാൻ കരുതിയത് നീ എനിക്ക് ഡിവോഴ്സ് വാങ്ങി തരില്ലെന്നോ. എടാ അതിനു വേണ്ടിയിട്ടല്ല ഞാൻ സ്റ്റെബിനെ പോയി കണ്ടത്. അവന് അനാമികയെ വിവാഹം കഴിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. അവളുടെ സ്വത്തുക്കളിലായിരുന്നു അവന് കണ്ണ്. ഡിവോഴ്സ് കിട്ടിക്കഴിയുമ്പോൾ ആ പണവുമായിട്ട് UK പോകാനായിരുന്നു അവന്റെ തീരുമാനം. അനാമികയെ കൊണ്ടാരൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അല്ല പിന്നെ ഇങ്ങനെ നീ അവനെ കോടതിയിൽ എത്തിച്ചേ? UK പോകാനിരിക്കുമല്ലേ അവന്. കേസും കൂട്ടുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ പോക്ക് മുടങ്ങൂല്ലേ. അതുകൊണ്ടാണ് അവൻ കോടതി വന്നേ. ഓ അപ്പൊ അങ്ങനെയാണല്ലേ. അതെ എടാ, ഇനിയിപ്പൊ നിന്റെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. നല്ലൊരു പെൺകുട്ടിയെ? അതേന്നെ, നയനെ എത്തിയപ്പോടെ നല്ല സ്വഭാവമുള്ളേ. അതാരടാ? അതൊക്കെ ഉണ്ട്. ആ വീട്ടിൽ വന്നിട്ടുണ്ട് ആ പെൺകുട്ടി. ആ വീടുമായിട്ട് പെട്ടെന്ന് ഇണങ്ങി പോയിക്കോളും. നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാ, നിനക്കും ഇഷ്ടപ്പെടും. ഇത് കേട്ടതും അനിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എടാ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടൊപ്പം ജീവിക്കാനല്ലേ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നേ. അനി പറഞ്ഞു, അതെ അതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നേ. എടാ നീ ഒരു കാര്യം ചെയ്യണം. എന്റെ കല്യാണത്തിന് ചിലപ്പോൾ എന്റെ വീട്ടുകാർ തടസ്സം പറയുമായിരിക്കും. അതായത് നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് അവർക്കാർക്കും താല്പര്യമില്ലല്ലോ. എടാ നിന്റെ അമ്മ സമ്മതിക്കും അതിന്? എന്നാ എനിക്ക് ആകെപ്പാടെ വെപ്രാളവാ. അമ്മയെ കൊണ്ടൊക്കെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. ഇനി എങ്ങാനും സമ്മതിക്കാതിരുന്നിട്ടുണ്ടെങ്കിലേ നീയും ആദർശനും ഒക്കെ വീട്ടിൽ വന്ന് എന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം, അറിയാലോ. അപ്പൊ പിന്നെ അമ്മ ബന്ധത്തിന് സമ്മതിച്ചോളും. ഞാനും നന്ദു നമ്മളുടെ വിവാഹം നടക്കട്ടെ. അനിയുടെ മനസ്സിലേക്ക് തീ കോരിയിട്ടോണ്ടിരിക്കുവാണ് നവീന്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തലയാട്ടാനേ പറ്റുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നീട് അനി അവിടുന്ന് നേരെ നന്ദുവിനെ കാണാനായിട്ട് ചെന്നു. നന്ദുവിനെ കണ്ട് നന്ദുവിനോട് കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, നിനക്കായിരുന്നല്ലോ നവീനേട്ടൻ വിശ്വാസമില്ലായ്മ. അതെ, നീ ഇതിനകത്ത് ഈ ബെറ്റിനകത്ത് ജയിച്ച. നവീന് ഡിവോഴ്സ് വാങ്ങിത്തരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വാസമായി, നീ ബെറ്റ് ജയിച്ചെന്ന് പറഞ്ഞു. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പൊ നവീന്റെ വീട്ടുകാരൊക്കെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? എടാ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. എടി ഒരുപക്ഷെ ഞാൻ നീയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലെങ്കിൽ നവീന്റെ ആലോചന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സമ്മതിക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. എടാ അതൊക്കെ അപ്പോഴത്തെ കാര്യമല്ലേ. അല്ല നിനക്ക് അവനോടൊരു സോഫ്റ്റ് കോർണർ ഇല്ലേന്ന് ചോദിച്ചു. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ പിന്നെ അപ്പൊ നീ പറഞ്ഞു എന്താ വരുന്നത്?
എനിക്ക് നവീനേട്ടന് ഇഷ്ടമാണെന്നാണോ? എടാ നിനക്ക് നിന്റേതായ ഒരു സ്റ്റാൻഡില്ലേ? ആരൊക്കെ പറഞ്ഞാലും വേറെ ഏത് പെണ്ണ് വന്നാലും എന്നോടുള്ള ഇഷ്ടം നിന്റെ മനസ്സിൽ നിന്ന് മാറിയോ? അതില്ല. എങ്കിൽ പിന്നെ അതുപോലെ തന്നെ എനിക്കും. എന്താ നിനക്ക് മാത്രം അങ്ങനെ ഉള്ളൂന്ന് ചോദിച്ചു. എടി അതല്ല, എനിക്ക് എൻ്റെ പേടി കൊണ്ട് പറഞ്ഞാ. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ നവീൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമെന്നാ പറഞ്ഞ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിവാഹം കഴിക്കാൻ നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് അവർ മുന്നിട്ടിറങ്ങി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ എന്തെങ്കിലും ചെയ്യാം. നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഓണമല്ലേ വരാൻ പോന്നേ. ഓണത്തിനെ കുറിച്ച് ചിന്തിക്കുക. നല്ല സെയിലും കാര്യങ്ങളൊക്കെ ജ്വല്ലറി നടക്കണ്ടേ? എടി അതൊക്കെ ഞാൻ ഏറ്റു. അല്ല ഓണത്തിന് നിനക്ക് എന്നാ വേണ്ടേ? അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഒരു കുറച്ച് മനസമാധാനം തന്നാ മതി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഉണ്ടാവുമെന്ന് തോന്നില്ല. നിന്റെ സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്ക്. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതി മുന്നോട്ട് പോകും. അല്ലാതെ എപ്പോഴും ഇതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എടാ എനിക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഞാനിത് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അനിയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനി വീട്ടിലേക്ക് വരുമ്പോൾ ആദർശം നയനം പുറത്ത് പോകാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ്. അല്ല നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? അതെ ഞങ്ങൾ വീട് വരെ ഒന്ന് പോകുവാന്ന് പറഞ്ഞു. കനികയും ഗോന്ദനെയും കാണാനായിട്ട് പോകാൻ ഇറങ്ങിയതായിരുന്നു. നിങ്ങൾ അവിടേക്കാണോ? അങ്ങനെയാണെങ്കിൽ നയനെടുത്തി വീട് ചെന്ന് കഴിയുമ്പോൾ അതെ അങ്കിളിനോടും ആൻറ്റിയോടും എൻ്റെ നന്ദുവിൻ്റെ കാര്യം ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, എന്ത് കാര്യം? അല്ല എനിക്ക് ഡിവോഴ്സ് കിട്ടിയ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞു കാണുമല്ലോ. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അവതരിപ്പിക്കണം. നയന പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവര് സമ്മതിക്കുമെന്ന് ഓർത്താണോ അനി നീ ഇരിക്കുന്നേ? നയനടുത്ത് എങ്ങനെയെങ്കിലും ഒന്നും പറഞ്ഞ് അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കുക. അല്ലടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന് നന്ദു നിന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ? നന്ദുവിന് എന്നെ ഇഷ്ടമാ പറയാതെ തന്നെ അവള് പലവട്ടം അത് പറഞ്ഞു കഴിഞ്ഞു. അതെനിക്ക് അറിയാവുന്ന കാര്യം ആദർശേട്ടാ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെനിക്കറിയാം നന്ദുവിന് നിന്നെ ഇഷ്ടമാന്നുള്ള കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട് അനി, പെട്ടെന്ന് എടുത്തയാടി ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്ന അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രതീക്ഷയിലായിരിക്കുന്നേ. അവന് നവീനുമായിട്ടുള്ള വിവാഹം നന്ദൂരെ നടക്കണമെന്നും പറഞ്ഞിരിക്കുന്നേ. പെട്ടെന്ന് എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസിക നില എന്തായിരിക്കും? ഞങ്ങൾ അതൊക്കെ നോക്കണ്ടേ? എന്നാലും നയനടുത്ത് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ഒരു കാര്യം ചെയ്താട്ട്. ഇല്ലെങ്കിൽ എനിക്ക് ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. നവീന്റെ അച്ഛൻ അധികം വൈകാതെ വരും. അങ്ങനെ വരണ സമയത്ത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നന്ദുവിനും എതിർക്കാൻ പറ്റില്ലല്ലോ. അപ്പം നന്ദുവിന് നവീന് ഇഷ്ടമാന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ എങ്കിൽ നവീനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നന്ദുവിന് എതിർത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് നന്ദു പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നവീന്റെ കാര്യം അറിയാലോ, എല്ലാ കാര്യത്തിലും കുടുംബത്തെ സഹായിക്കുന്നവൻ അവനെ പിണക്കാനും പറ്റില്ല. അവനാള് പാവമല്ലേ? അതെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഈ കേസ് ജയിക്കണ്ടായിരുന്നു. കേസ് ജയിച്ചോണ്ട് നന്ദുവിന്റെ മനസ്സിൽ അവൻ ഹീറോയും ഞാൻ വെറും സീറോയും ആയി. അതെന്താടാ അങ്ങനെ? ഞാനും നന്ദുവും തമ്മിലൊരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബെറ്റിനകത്ത് അവളാ ജയിച്ചേ. അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീന് എനിക്ക് ഡിവോഴ്സ് വാങ്ങി തരുമെന്ന്. എടാ അത് അവന്റെ കഴിവ് കൊണ്ടല്ലേ, അവന്റെ കഴിവിനെ കുറിച്ചൊക്കെ അറിയാവുന്നല്ലേന്ന് ചോദിച്ചു. നീ വിഷമിക്കാതിരിക്കുക, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ. എന്തായാലും സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം, ഉറപ്പൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. എനിക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എടാ അതിന് നവീന്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാണിത്. കാരണം നവീന്റെ അമ്മയ്ക്ക് പണ്ട് തൊട്ട് ഇഷ്ടമില്ല നന്ദുവിനെ. അതുകൊണ്ട് ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. നയന പറഞ്ഞു, അത് ശരിയാ. പെൺകുട്ടികളുടെ ആണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നത് ശരിയല്ല എന്നാ പറയണേ. പോരാത്തതിന് നന്ദു ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറും കൂടെ അല്ലേ, അതുകൊണ്ട് ആന്റിക്ക് ഇഷ്ടമില്ലാത്ത. ഇനിയിപ്പം അത് മാത്രമുള്ള അനി നിനക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം നയനയും കൂടെ വരുന്നുണ്ടപ്പം കനയ്ക്കും കൊന്നിട്ട് അത്ഭുതമായിരുന്നു. ഇതെന്താ ഒന്ന് വിളിച്ച് പറയ പോലും ചെയ്തില്ലല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി മോളേന്ന് ചോദിച്ചു. ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒന്ന് കയറിയതാന്ന് പറഞ്ഞു. അല്ല എന്താ രണ്ടാളും കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ വരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല അമ്മയ്ക്ക് അറിയാലോ അനിയുടെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവധികമായിട്ടുള്ള വിവാഹത്തിന് അവന് അവൻ തയ്യാറല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ അവന്റെ മനസ്സിൽ നന്ദു മാത്രമുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞു. നന്ദുവായിട്ട് ഒന്നിക്കാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, അതെങ്ങനെ നടക്കും മോനെ? അതൊരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. ഗോവിന്ദൻ പറഞ്ഞു, ഇപ്പൊ നവീനുമായിട്ടുള്ള ബന്ധം വന്നിരിക്കുക, നല്ലൊരു ആലോചന തന്നെയാണത്. അപ്പൊ നവീനുമായിട്ടുള്ള ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നന്ദുവിനെ ആ വീട്ടിലേക്ക് അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അത് നടക്കാനും പോകുന്നില്ല.
അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മേ അനിയുടെ മനസ്സിൽ നന്ദു അല്ലേ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ പിന്നെ അത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. എന്താ മോളെ, നന്ദു നിന്നോട് അനിയെ ഇഷ്ടമാന്നുള്ള കാര്യം പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അവളെ അറിയാലോ. കനക പറഞ്ഞു, എൻ്റെ മോൾക്കറിയാലോ, അനിയുടെ അമ്മ ഒരു കാരണവശാലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല, എതിർക്കത്തല്ലേ ഉള്ളൂ. സ്വന്തം പെറ്റമ്മയുടെ സമ്മതമില്ലാതെ ഒരു കൊച്ചങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ, അനി അവളെ വിളിച്ചോണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. ഗോവിന്ദൻ പറഞ്ഞു, അതെ, ഒരുപക്ഷെ നവീന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നവീൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അല്ല, നവീന്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. നവീന്റെ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല നന്ദുവിന്റെ കാര്യത്തെക്കുറിച്ചൊന്നും, അവര് സമ്മതം പറഞ്ഞിട്ടുമില്ല. നന്ദുവിനെ കുറിച്ചുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവീന്റെ അമ്മ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പം ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പോൾ സമ്മതിച്ചില്ലേലും പ്രശ്നമില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധം നടന്നില്ലെങ്കിൽ നന്ദുവിനെ വേറൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അനിയായിട്ട് ഒന്നിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം തന്നെ അവിടെ നിന്ന് പോരുവാണ്. അവർക്ക് മനസ്സിലായി ഇവർ സമ്മതിക്കില്ല എന്ന്. പിന്നീട് നവ്യയുടെ അടുത്തേന്ന് അബി ഇങ്ങനെ നവ്യയുടെ മുടിയൊക്കെ ചീവി കൊടുത്തോണ്ടിരിക്കുക, നവ്യയെ സോപ്പിട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവന്തികയായിട്ടുള്ള വിവാഹത്തിന് അനി സമ്മതമല്ലെന്ന് പറഞ്ഞു. അനിയുടെ മനസ്സിലാവും നന്ദുവാണ്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, നന്ദുവായിട്ടുള്ള വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല അബി, അതിന് എൻ്റെ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എങ്ങാനും അതെങ്ങാനും നടന്നാലോ, അനിയും നന്ദു ഒന്നായാലോ? അങ്ങനെ ഒന്നാവാനൊന്നും പോകുന്നില്ല, ഉറപ്പായിട്ടും അവരെ തമ്മിൽ ഞാൻ പിരിക്കുമെന്ന് പറഞ്ഞു. നവ്യ അങ്ങനെ പറയുന്ന സമയത്തും അവളുടെ മനസ്സിൽ അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം എന്നായിരുന്നു. അപ്പോഴേക്കും അബി പറഞ്ഞു, എന്തൊക്കെ ചെയ്യാനാന്ന് പറ, ഓരോരോ മാരണങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലേ, അതിനിടയ്ക്കല്ലേ ആ അനഘ റിക്കവർ ആയിട്ട് വരുന്നത്. ആ അനഘ റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഉത്തരവാദിത്തം മുഴുവനും മിക്കവാറും ആ ആദർശ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ചാൻസ് ഉണ്ട്. അതെന്താ അബി അങ്ങനെ? അല്ല, എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് അവന് രക്ഷപ്പെടാലോ, ആ കരുതെ ഭാര്യ എൻ്റെ ദേഹത്തേക്ക് തേക്കാൻ അവൻ്റെ ഉദ്ദേശം. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ഉറപ്പാക്കണം, അവള് റിക്കവറായിട്ട് വരുവാണെങ്കിൽ അവളെ തീർത്ത് കളയണം. അവൾക്ക് ഇനി സംസാരശേഷിയൊക്കെ തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദർശമൊക്കെ ചിലപ്പോൾ അവളെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കും. ഞാനാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനു മുമ്പ് എനിക്ക് അവളെ തീർക്കണം നവ്യെന്ന് പറഞ്ഞു. നവ്യക്ക് ആകെപ്പാടെ വെപ്രാളമായി. അങ്ങനെ അബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നവ്യ തൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ, അനഘ ഇപ്പൊ റിക്കവർ ആവണ്ടെന്ന് എനിക്ക് തോന്നേ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അബി അവളെ കൊല്ലൂന്നാ പറയണത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, അവൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളെന്ന് പറഞ്ഞു. നീ പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കാനൊക്കെ നമത ഇങ്ങനെ നവ്യ ഉപദേശിക്കുവാണ്. ആ സമയത്താണ് ദേവേനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനി വന്ന് ഇനിയിപ്പോൾ നവ്യ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കേൾക്കുവാണ്. ദേവേനി ഒരു നിമിഷം അമ്പരപ്പോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ നവ്യയെ തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു.